എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ തുല്യ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠത്തിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് 26 ചില പ്രവർത്തനങ്ങളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അതിൻ്റെ മറ്റ് രണ്ട് കോണുകൾ എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റിൽ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. One angle of an isosceles triangle is 90 degree. What are the other two angles? ഞാനിവിടെ റഫായിട്ടൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്. ഇതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ സമപാർശ്വ ത്രികോണത്തിൽ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം, ABC. ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഏതൊരു ട്രയാങ്കിളിൻ്റെയും മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ ബി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 90 ഡിഗ്രി. 90 ഡിഗ്രി എന്നുള്ളതിന് ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി. 90 പ്ലസ് ആംഗിൾ സി, ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയായിരിക്കും? ഏതൊരു ട്രയാങ്കിളിലും മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയത് കണ്ടുപിടിക്കാൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ 90 കുറച്ചാൽ മതി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 നിന്ന് 90 കുറച്ചാൽ എത്രയാണ്? 180 മൈനസ് 90. 0 നിന്ന് 0 കുറച്ചാൽ 0, 18 നിന്ന് 9 കുറച്ചാൽ 9. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ്? 90. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ എ 90 കുറവായിരിക്കും, ആംഗിൾ സിയും 90 കുറവായിരിക്കത്തില്ലേ? ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാലാണ് നമുക്ക് 90 കിട്ടുന്നത്. അതായത് ഏതൊരു ത്രികോണത്തിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിളും 90 കുറവായിരിക്കും. എന്നാലേ മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ആംഗിളായിരിക്കും ഈക്വൽ? ആംഗിൾ എ 90 ഡിഗ്രിയിൽ കുറവാണ്, ആംഗിൾ ബി 90 ഡിഗ്രിയാണ്, ആംഗിൾ സിയും 90 ഡിഗ്രിയിൽ കുറവാണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും 90 ഡിഗ്രിയിൽ കുറവാണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമായിരിക്കും. അപ്പോൾ ഈ ഐസോസെലസ് ട്രയാങ്കിളിൽ തുല്യമായ കോണുകൾ ആംഗിൾ എയും ആംഗിൾ സിയുമാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും തുല്യവുമാണ്. അപ്പോൾ ഓരോ ആംഗിളും എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്? ഈ 90നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി, അല്ലെങ്കിൽ 90ൻ്റെ പകുതി എടുത്താൽ മതി. 90നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 9ൽ 2 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 2 8. 9ന് 8 കുറച്ചാൽ 1, 0 ഇറക്കിയിട്ടു. 10ൽ 2 5 പ്രാവശ്യം. 2 10. 10ന് 10 കുറച്ചാൽ 0. അപ്പോൾ എത്ര വരും? 90നെ 2 കൊണ്ട് ഹരിച്ചാൽ 45. അപ്പോൾ ഈ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതം വരും? 45. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റ് രണ്ട് കോണുകൾ എന്തൊക്കെയാണ്? One angle of an isosceles triangle is 120 degree. What are other two angles? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, അതിൻ്റെ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. മറ്റ് രണ്ട് ആംഗിളും കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ട്രയാങ്കിളിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ABC. നമുക്കറിയാം, ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഏതൊരു ട്രയാങ്കിളിൻ്റെയും മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എത്രയാണ്? 120 പ്ലസ് ആംഗിൾ സി എത്രയാണ്? 180 ഡിഗ്രി.
അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി കണ്ടുപിടിക്കാൻ 180 നിന്ന് ഈ 120 കുറച്ചാൽ മതി. 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. ഒരു ആംഗിൾ 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആംഗിളും കൂടെ കൂട്ടിയത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി കണ്ടുപിടിക്കാൻ 180 നിന്ന് 120 ഡിഗ്രി കുറച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 180 നിന്ന് 120 കുറച്ചാൽ 0 0 കുറച്ചാൽ 0, 8 2 കുറച്ചാൽ 6, 1 1 കുറച്ചാൽ 0. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്ര വന്നു? 60 എന്ന് വന്നു. ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 60 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ആംഗിൾ എ 60 കുറവായിരിക്കും, ആംഗിൾ സി 60 കുറവായിരിക്കും, ആംഗിൾ ബി 60 കൂടുതലായ 120 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതൊക്കെ ആംഗിൾ ആയിരിക്കും ഈക്വൽ? ആംഗിൾ എയും ആംഗിൾ സിയും ആയിരിക്കും ഈക്വൽ. കാരണം ഈ 2 ആംഗിളും ആംഗിൾ എയും ആംഗിൾ സിയും 60 കുറവാണ്, ആംഗിൾ ബി 60 കൂടുതലായ 120 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും മാത്രമേ തുല്യമാകത്തുള്ളൂ. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എത്ര വരും? 60/2. 60നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, പിന്നെ ഒരു 0. അപ്പോൾ ആംഗിൾ എ 30 ഡിഗ്രി വന്നു, ആംഗിൾ സിയും 30 ഡിഗ്രി വന്നു. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ 180 കിട്ടുമല്ലോ. 120 30 150, 150 30 180. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും എ ബി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കോൺ എ, കോൺ ബി ഇവ കണക്കാക്കുക. In the figure below, O is the center of the circle and A, B are points on the circle. Compute angle A and angle B. ഈ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആരം എന്താണെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്. സർക്കിളിലെ ഒരു പോയിൻ്റ് എ ഞാൻ അടയാളപ്പെടുത്തുന്നു. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന്, വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക്, ഒരു പോയിന്റിലേക്കുള്ള അകലം, അതാണ് റേഡിയസ്. OA എന്താണ്? റേഡിയസ് ആണ്. ഇനി വൃത്തത്തിലെ തന്നെ ഒരു പോയിന്റ് ഞാനിവിടെ ബി മാർക്ക് ചെയ്തു. OB യോജിപ്പിക്കുന്നു. OBയും ഈ വൃത്തത്തിൻ്റെ റേഡിയസ് ആണ്. പിന്നെ ഇവിടെ വൃത്തത്തിലെ ഒരു പോയിന്റ് ഞാൻ സി മാർക്ക് ചെയ്തു. OC യോജിപ്പിക്കുന്നു. ഈ OCയും ഈ വൃത്തത്തിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ OAയും OBയും OCയും ഒക്കെ തുല്യമായിരിക്കും. അതായത് ഒരു വൃത്തത്തിൻ്റെ റേഡിയസ്, ആരം തുല്യമായിരിക്കും. OA ഈക്വൽ ടു OB ഈക്വൽ ടു OC. ഈ പോയിൻ്റ് നിങ്ങൾ ഈ കണക്ക് ചെയ്യുമ്പോൾ ഓർത്തിരിക്കണം. ടെക്സ്റ്റിലെ ചോദ്യത്തിലെ ചിത്രം ഞാനിവിടെ വരച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എയും ആംഗിൾ ബിയുമാണ്. അപ്പോൾ ഈ OAയും OBയും എന്താണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ OAയും OBയും ഒരേ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ OABയിൽ 2 വശങ്ങൾ തുല്യമാണ്. ഏതൊക്കെ വശങ്ങളാണ് തുല്യം? OA ഈക്വൽ ടു OB അല്ലേ? ഈ 2 വശങ്ങളും തുല്യമാണ്. കാരണം എന്താണ്? റേഡിയസ് ആണ്, ആരം. ഒരേ വൃത്തത്തിൻ്റെ ആരം, റേഡിയസ് എപ്പോഴും തുല്യമായിരിക്കും. അപ്പം ട്രയാങ്കിൾ OAB ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്. 2 വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളെയല്ലേ നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെ കോണുകൾ തുല്യമായിരിക്കും? OA എന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ ബിയും OB എന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ എയും തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ഈ ത്രികോണത്തിലെ ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. നമുക്കറിയാം ഏതൊരു ത്രികോണത്തിൻ്റെയും 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കുമെന്ന്. അപ്പോൾ എന്ത് വരും? ഇവിടെ 60 പ്ലസ് ഈ ആംഗിൾ 60 ആണെന്ന് നമുക്കറിയാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി, ആ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും.
3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. ഒരു ആംഗിൾ 60 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ത് വരും? ഇത് കണ്ടുപിടിക്കാൻ 180 നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ 60 കുറച്ചാൽ മതി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 നിന്ന് 60 കുറച്ചാൽ എത്രയാ? 0, 2, 1, 120. പിന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമാണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ 120നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് നമ്മൾ കണ്ടു അല്ലേ? 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6, പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും എത്ര വരും? 60. അപ്പോൾ ഇവിടെ ആംഗിൾ എ 60 ഡിഗ്രി, ആംഗിൾ ബിയും 60 ഡിഗ്രി.